സ്തുനന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദ് ഗായന്തി യം സാമഗാ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണീ ദേവായ തസ്മൈ നമഃ. ദേവായ തസ്മൈ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഭക്തിസാന്ദ്രമായ ഈ സായം സന്ധ്യയിൽ ഭഗവാനാൽ പ്രതിപാദിതമായ ഭഗവത്ഗീതയുടെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി വന്ന എല്ലാ ശാന്തിപഥത്തിലെ സഹയാത്രികർക്കും എൻ്റെ കൂപ്പുകൾ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കർമ്മയോഗത്തിലെ ഭഗവാനാൽ പ്രതിപാദിതമായ ഏതാനും ശ്ലോകങ്ങളാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ ആധാര ശിലയാണ് കർമ്മങ്ങൾ. അത് ഭഗവാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ, ഭഗവാൻ പറയുന്ന രീതിയിൽ അനുവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടേതായ ധർമ്മങ്ങൾ. അതിൻ്റെ വ്യത്യസ്തമായ വിശദമായ രൂപങ്ങൾ ആണ് കർമ്മയോഗം എന്ന അധ്യായത്തിൽ പറയുന്നത്. അതിനുശേഷം കരണീയമായ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്നത് 15ാമത്തെ ശ്ലോകമാണ്. നമുക്ക് 16ാമത്തെ ശ്ലോകം നോക്കാം. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീയ അഘായൂരിന്ദ്രിയാരാമോ മോഹം പാർത്ഥ സജീവതി. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീയ അഘായൂരിന്ദ്രിയാരാമോ മോഹം പാർത്ഥ സ ജീവതി. എന്താണ് പറയുന്നത്? ഹേ പാർത്ഥ, പാർത്ഥനോടാണല്ലോ പറയുന്നത്. ഹേ പാർത്ഥ, ഏവം ഇപ്രകാരം, പ്രവർത്തിതം പ്രവർത്തിക്കുന്ന, ചക്രം ചക്രത്തെ, ഇഹലോകത്തിൽ, യാതൊരുവൻ ന അനുവർത്തയതി അനുവർത്തിക്കുന്നില്ലയോ, അഘായു പാപരൂപമായ ആയുസ്സോടുകൂടിയവനും, ഇന്ദ്രിയാരാമ വിഷയങ്ങളിൽ അഭിരമിക്കുന്നവനുമായ സ അവൻ, മോഹം വ്യർത്ഥമായി, ജീവതി ജീവിക്കുന്നു. എങ്ങനെയുള്ള ആളിൻ്റെ ജീവിതമാണ് വ്യർത്ഥമായി തീരുമെന്ന് ഭഗവാൻ പറയുന്നത് നമുക്ക് നോക്കാം. ഹേ പാർത്ഥ, ഏവം പ്രവർത്തിതം ചക്രം ഇഹ യാ ന അനുവർത്തയതി അഘായു ഇന്ദ്രിയാരാമ സ മോഹം ജീവതി. ഇപ്രകാരം പ്രവർത്തിക്കുന്ന ചക്രത്തെ ഇഹലോകത്തിൽ യാതൊരുവൻ അനുവർത്തിക്കുന്നില്ലയോ, പാപരൂപമായ ആയുസ്സോടുകൂടിയ ഇന്ദ്രിയ വിഷയങ്ങളിൽ അഭിരമിക്കുന്നവനുമായ അവൻ്റെ ജീവിതം വ്യർത്ഥമാണ്, അവൻ വ്യർത്ഥമായി ജീവിക്കുന്നു എന്നർത്ഥം. ശങ്കരഭാഷ്യം ഇതാണ്. അർജുന, ഇപ്രകാരം, ഏത് പ്രകാരം? ഈശ്വരനാൽ വേദയജ്ഞപൂർവമായി പ്രവർത്തിക്കുന്ന ചക്രത്തെ അനുസരിക്കാത്ത, ചക്രത്തിനനുസൃതമായി ജീവിക്കാത്ത. എന്താണ് ചക്രം? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അന്നാദ്ഭവതി ഭൂതാനി പർജന്യാദന്ന സംഭവ യജ്ഞാദ്ഭവതി പർജന്യ യജ്ഞകർമ്മ സമുദ്ഭവ. പഠിച്ചത് തന്നെയാണ്, പക്ഷെ സാന്ദർഭികമായി ഒന്നുകൂടി പറയാം. അന്നാദ്ഭവതി ഭൂതാനി, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് വീണ്ടും ജന്മമുണ്ടാകുന്നു. പർജന്യാദന്ന സംഭവ, ഈ അന്നം, നമ്മുടെ ആഹാര വസ്തു എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പർജന്യാത്, മഴയിൽ നിന്ന്. യജ്ഞാദ്ഭവതി പർജന്യ, ഈ പർജന്യം, മഴ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? യജ്ഞാദ്ഭവതി പർജന്യ. ഓർമ്മിക്കുക, യജ്ഞാദ്ഭവതി പർജന്യ യജ്ഞകർമ്മ സമുദ്ഭവ. യജ്ഞത്തിൽ നിന്നാണ് കർമ്മം ഉണ്ടാകുന്നത്. അപ്പൊ ഈ ചക്രത്തെ അനുസരിക്കാത്തവൻ, ചക്രത്തെ പിന്തുടരാത്തവൻ എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? മനുഷ്യന്റെ
റോൾ. മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? അന്നങ്ങൾ ഉണ്ടാകുന്നു, മഴ പെയ്യുന്നതൊന്നും നമ്മുടെ കാര്യമല്ല. പക്ഷെ ഇത് ചെയ്യാൻ വേണ്ടി മനുഷ്യനാൽ നിയോഗിക്കപ്പെട്ട കാര്യമുണ്ട്, അതാണ് യജ്ഞം. ഈ യജ്ഞം ചെയ്തത് നേരത്തെ സൂചിപ്പിച്ചല്ലോ. മഴയുണ്ടാകാൻ വേണ്ടി യജ്ഞം ചെയ്യുന്നു. ആ യജ്ഞം ചെയ്താൽ മഴയുണ്ടാകുന്നു. മഴ ഭൂമിയിലേക്ക് പതിച്ചാൽ സമ്പൽ സമൃദ്ധമാകുന്നു, ജീവികൾ ഉണ്ടാകുന്നു, സസ്യങ്ങൾ ഉണ്ടാകുന്നു, സസ്യങ്ങളിൽ നിന്ന് ആഹാരങ്ങൾ ഉണ്ടാകുന്നു. ആ ആഹാരം കഴിച്ച് ആളുകൾ ജീവിക്കുന്നു. ആ ആഹാരത്തിൽ നിന്ന് വീണ്ടും നമുക്ക് ഉൽപാദന പ്രക്രിയ നടക്കുന്നു. അങ്ങനെ അങ്ങനെ ആ ചക്രം സമൂഹത്തിന്റെ ചംക്രമണമായി മാറുന്നു. അതിൽ ഇത് അനുസരിക്കാത്തവൻ എന്ന് പറയുന്നത്, ഇത് ഫോളോ ചെയ്യാത്തവൻ എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്, ഏത് രീതിയിലാണ് മനുഷ്യൻ ഇതിനെ അനുവർത്തിക്കേണ്ടത്? മനുഷ്യൻ ഇതിനെ അനുവർത്തിക്കേണ്ടത് യജ്ഞം ചെയ്തിട്ടാണ്. ആ യജ്ഞത്തെക്കുറിച്ച് കഴിഞ്ഞ ഏതാനും 2 ശ്ലോകങ്ങളിൽ പറഞ്ഞ് മനുഷ്യൻ ചെയ്യേണ്ട പഞ്ചയജ്ഞങ്ങളെ കുറിച്ച്, നമ്മൾ കരണീയമായ യജ്ഞങ്ങൾ ചെയ്യുക. നമ്മൾ പോയി യാഗം ചെയ്യണമെന്നുള്ള എല്ലാ അർത്ഥത്തിലല്ല പറഞ്ഞത്. മഴ പെയ്യിക്കാൻ വേണ്ടി യാഗം ചെയ്യുക എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. അത് അതിൻ്റെ തലത്തിൽ ചെയ്യുന്നുണ്ടാകും. പക്ഷെ മനുഷ്യൻ എന്ന രീതിയിൽ, വ്യക്തി എന്ന രീതിയിൽ നമുക്ക് കരണീയമായ ചില കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ ഭഗവത് സമർപ്പിതമായിരിക്കണം, ഭഗവാനിൽ സമർപ്പിച്ചു കൊണ്ടായിരിക്കണം എല്ലാ കർമ്മങ്ങളും ചെയ്യുക. ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും യജ്ഞത്തിന് തുല്യമാണ്. അതുകൊണ്ട് ഈ സംക്രമണ പ്രക്രിയയിൽ നമ്മൾ ഭഗവാനിൽ സമർപ്പിതമായി കർമ്മം ചെയ്തുകൊണ്ട് നമ്മുടെ പങ്കാളിത്തം നമ്മൾ ചെയ്യുക. മനുഷ്യ എന്ന രീതിയിൽ നമുക്ക് കരണീയമായ കാര്യങ്ങൾ ചെയ്യുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. പിന്നെയോ അങ്ങനെ ചെയ്യാത്ത ആളുകളുടെ കാര്യമോ? അങ്ങനെ ചെയ്യണമെന്ന് ഭഗവാൻ പറയുന്നു 16ാമത്തെ ശ്ലോകത്തിൽ. അങ്ങനെ നമുക്ക് കരണീയമായ, നമ്മളിൽ നിയോഗിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്യാതിരുന്നാൽ എന്താണ് സംഭവിക്കുക? യസ്യാത്മരതിരേവ സ്യാഹ ആത്മതൃപ്തസ്യ മാനസാഹ ആത്മൈവ ഏവ ച സന്തുഷ്ടാ തസ്യ കാര്യം ന വിദ്യതേ. തസ്യ കാര്യം വിദ്യതേ. തസ്യ ആരുടെ? നമുക്ക് നോക്കാം. യസ്യ ആത്മാരതിരേവസ്യ ആത്മതൃപ്തസ്യ മാനസാഹ ആത്മൈവ ച സന്തുഷ്ടാ തസ്യ കാര്യം ന വിദ്യതേ. യാതു യാതൊരുവൻ ആത്മാവിൽ രതി സന്തോഷത്തോടുകൂടിയും ആത്മതൃപ്തശ്ച ആത്മതൃപ്തിയോടെയും ആത്മനീയേവ ആത്മാവിൽ തന്നെ സന്തുഷ്ടനായിക്കൊണ്ട് സ്യാത് ഭവിക്കും. തസ്യ അവന് കാര്യം കരണീയമായ കർത്തവ്യമായ കാര്യങ്ങളൊന്നുമില്ല. ആത്മാവ് ഇവിടെ പറയുന്നത് പരമാത്മാവ് തന്നെയാണ്. അപ്പൊ നമ്മൾ കർമ്മം ചെയ്ത് ഈശ്വരാർപ്പിതമായി കർമ്മം ചെയ്ത് ആ ഈശ്വരാർപ്പിതമായ കർമ്മം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തന്നെ വന്നാൽ നമ്മൾ എന്തായി മാറും? അത് നമ്മൾ കർമ്മയോഗിയായി മാറും. അത് ഈശ്വരനിൽ തന്നെ, ഭഗവാനിൽ തന്നെ നമ്മൾ എത്തിച്ചേരും. അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും സംഘം കൊണ്ട് നമ്മൾ ഈശ്വരാർപ്പിതമായി കർമ്മം ചെയ്താൽ കർമ്മയോഗിയും ആത്മതൃപ്തനുമായി മാറുന്നു. പറയുന്നത് ആത്മസ്വരൂപമായ ഭഗവാനിൽ, ആത്മസ്വരൂപമായ പരമ്പരയിൽ തൃപ്തനായിരിക്കുക. അതിൽ നമ്മൾ തൃപ്തൻ, ബാക്കി ഒന്നിനും തൃപ്തനല്ല. നമുക്ക് ലഭിക്കുന്ന സുഖ സൗകര്യങ്ങളിൽ, സുഖഭോഗങ്ങളിൽ നമ്മൾ തൃപ്തനല്ല. നമ്മൾ എവിടെയാണ് തൃപ്തര്? നമ്മൾ ആത്മാവിൽ രമിക്കുന്നവരായിരിക്കണം, ആത്മസ്വരൂപനിൽ സാമീപ്യമുള്ളവനായിരിക്കണം, ആത്മസ്വരൂപനിൽ തന്നെ എപ്പോഴും സംതൃപ്തി അടയുന്ന ആളായിരിക്കണം. അങ്ങനെ ആത്മസംതൃപ്തി ലഭിച്ച ആളിന് എന്താണ് സംഭവിക്കുന്നത്? യസ്യ അന്വയം നോക്കാം. ഈ ശ്ലോകത്തിന്റെ അന്വയം: യസ്യ ആത്മാരതിർ ഏവ സ്യാത് ആത്മതൃപ്താഹ ച മാനവ ആത്മാൻ ഏവ ച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. തസ്യ കാര്യം ന വിദ്യതേ. അവന്റെ കാര്യം പറയാനേ ഇല്ല. എങ്ങനെ പറയാനില്ല? യാതൊരുവൻ ആത്മാവിൽ സന്തോഷത്തോടുകൂടിയും ആത്മസംതൃപ്തിയോടുകൂടിയും ഇരിക്കുന്നുവോ അവൻ ആത്മാവിൽ തന്നെ സന്തുഷ്ടനായി ഭവിക്കും. അവന്റെ തൃപ്തി വേറെ എവിടെയല്ല, ആത്മരതി, ആത്മാവിൽ തന്നെ ആണ് അവന്റെ സന്തുഷ്ടിയും ആഗ്രഹവും സന്തുഷ്ടിയും ഇഷ്ടവുമൊക്കെ ആത്മാവിൽ തന്നെ ആയിരിക്കും. അവൻ കരണീയമായ മറ്റ് കർത്തവ്യങ്ങളൊന്നുമില്ല. നിയതം കുരു കർമ്മം ത്വം. ഭഗവാൻ നേരത്തെ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് നിയതമായ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞ നമ്മുടെ ലൗകിക ജീവിതത്തിലുള്ള എല്ലാ കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ.
അങ്ങനെ ചെയ്ത് ഈശ്വരാർപ്പിതമായി കർമ്മം ചെയ്താൽ, ഈശ്വരാർപ്പിതമായി കർമ്മം ചെയ്തതിന്റെ അവസാനം നമ്മൾ ഈശ്വരനിൽ തന്നെ എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേരുന്ന ആളിനെ നിയതം ഗുരു കർമ്മം ത്വം എന്നൊന്നില്ല. കാരണം നമ്മൾ ഏതായാലും ഓൾറെഡി നമ്മൾ ഭഗവാനിൽ എത്തിച്ചേർന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനെ അങ്ങനെ ആത്മാവിൽ തന്നെ രമിക്കുന്ന, ആത്മാവിൽ തന്നെ സമർപ്പിതമായി ആത്മസാന്നിധ്യം നേടിയ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിയോഗിക്കപ്പെട്ട കർമ്മം ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. അത് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജാണ്. നമ്മൾ എവിടെയാണോ എത്തിച്ചേരുന്നത് ആ തലത്തിലേക്കാണ് എത്തുന്നത്. അപ്പം നമ്മൾ നിയതമായ കർമ്മം ചെയ്യണം. പക്ഷെ നിയമമായ കർമ്മം ചെയ്യേണ്ടതില്ലാത്തൊരു തലം വരുന്നത് ആത്മരതിയിൽ, ആത്മാവിൽ എത്തിച്ചേർന്നാലാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ശ്ലോകം, 18-ാമത്തെ ശ്ലോകം. നൈവ തസ്യ കൃതേന അർത്ഥ നാകൃതേനാഹ കശ്ചിത് ന ചാസ്യ സർവഭൂതേഷു കിശ്ചിത് അർത്ഥ അപാശ്രയാഹ. എന്താ പറയുന്നത്? നൈവ ഒരിക്കലും, തസ്യ അവന്റെ, കൃതേന കർത്തവ്യം, അർത്ഥലാഭം ഇവിടെ പുണ്യം, ന ഏവ അത് തീരെയില്ലയോ, അകൃതേന കർമ്മം കർത്തവ്യം ചെയ്യാതിരുന്നാൽ കശ്ചന യാതൊരു ദോഷവുമില്ല, അസ്യ ഇവൻ, സർവഭൂതേഷു എല്ലാ ജീവജാലങ്ങളിലും, കശ്ചിത് ഏതെങ്കിലും, അർത്ഥം ആവശ്യകത, വ്യാപശ്രയാഹ ആശ്രയിക്കേണ്ടതില്ല. നേരത്തെ പറഞ്ഞതിന്റെ മറ്റൊരു തലത്തിലാണ് പറയുന്നത്. ഇങ്ങനെ ആത്മാവിൽ എത്തിച്ചേർന്ന, ആത്മരതിയിൽ എത്തിച്ചേർന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അവന് കരണീയമായ, നിയോഗിക്കപ്പെട്ട യാതൊരു കാര്യവും ചെയ്യേണ്ടതില്ല. നമ്മുടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരസ്പര ആശ്രിതമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, കാമ്യകർമ്മങ്ങൾ ചെയ്യുന്നത്. ഒരാളിനെ ഒറ്റയ്ക്ക് മാത്രം ചെയ്യുന്നില്ല. നമ്മളിപ്പം ആശ്രയിക്കേണ്ടി വരും മറ്റൊരാളിനെ, അല്ലെങ്കിൽ മറ്റൊരു സംരംഭത്തെ, മറ്റൊരു കാര്യത്തിനെ പരസ്പരം ആശ്രയിച്ചിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. വസ്തുവിനോടാവാം, അല്ലെങ്കിൽ മറ്റ് സസ്യങ്ങളോടാവാം, എങ്ങനെയായാലും ആശ്രയിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് പരസ്പര പൂരകങ്ങളാണ് ജീവിതം. പക്ഷെ ഇവിടെ നമ്മൾ നമ്മുടേതായ കർമ്മങ്ങൾ ചെയ്യാതെ തന്നെ ഭഗവാനിൽ എത്തിച്ചേർന്നാൽ, ഈശ്വരനിൽ എത്തിച്ചേർന്നാൽ നമുക്ക് കാമ്യകർമ്മങ്ങളൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ടതായ കർമ്മങ്ങൾ ചെയ്യാതിരുന്നാൽ അകർമ്മം എന്ന ദോഷവും ഇവിടെ ഇല്ല. കാരണം നമ്മൾ നിഷ്കാമകർമ്മനായി ഭഗവാനിൽ തന്നെ ആത്മസംതൃപ്തി നേടിയ ആളാണ്. അതുകൊണ്ട് പരസ്പര ബന്ധം ഉണ്ടാകുന്ന ലൗകിക ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ട ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അത് ഭഗവത് സാന്നിധ്യമാണ്. അയാൾ ഈ കാമ്യകർമ്മങ്ങൾ ചെയ്യേണ്ടതായില്ല, അയാൾക്ക് നിയോഗിക്കപ്പെട്ട അയാളുടെ കർമ്മങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന് വീണ്ടും ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. നൈവ തസ്യ കൃതേന അർത്ഥാഹ ന ഏവ അകൃതേന അർത്ഥാന ഏവ അമൃതേന കശ്ചന ന അസ്യ സർവഭൂതേഷു കശ്ചിത് അർത്ഥ ആശ്രയെ. അയാൾ മറ്റൊരു ആളിനെ, മറ്റൊരു ഭൂതങ്ങളെ ആശ്രയിക്കേണ്ടി ജീവിക്കേണ്ടതില്ല. അയാൾ സ്വയം ഭഗവാനിൽ തന്നെ പ്രതിഷ്ഠിതമായി എന്നർത്ഥം. ആത്മജ്ഞാനിക്ക്, അതിന്റെ അർത്ഥമാണ്, ആത്മജ്ഞാനിക്ക് വിധിവിഹിതമായ കർത്തവ്യം ചെയ്യേണ്ടതായ കാര്യങ്ങളില്ല. നിയതം കുരു കർമ്മം ത്വം, ഭഗവാൻ പറയുന്നത് പോലെ നിന്നിൽ നിയതമായ കർമ്മങ്ങൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ആത്മജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യം വരുന്നില്ല. ഈശ്വരബോധമുള്ള ഒരു വ്യക്തിക്ക് മറ്റ് ദേവന്മാരിലോ മനുഷ്യരിലോ അഭയം തേടേണ്ട കാര്യമില്ല. അതാണ് ആശ്രയിക്കുക എന്ന് പറഞ്ഞത്. മറ്റുള്ളതിനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മത്തിൽ എത്തിച്ചേർന്ന ആത്മസ്വരൂപത്തിന്റെ സാന്നിധ്യമുള്ള ആളായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേദകർമ്മങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ദേവന്റെയോ മനുഷ്യന്റെയോ ആശ്രയിക്കേണ്ടതില്ല എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ദൈനംദിന ജീവിതത്തിൽ മറ്റ് ദേവന്മാരെ പൂജ ചെയ്യുന്നു, ആശ്രയിക്കുന്നു ഒക്കെ ഉണ്ട്. മനുഷ്യന്മാരുടെ ലൗകിക ജീവിതത്തിൽ മനുഷ്യനെ ആശ്രയിക്കുന്ന വേറെ കാര്യം. പക്ഷെ മറ്റ് ദേവന്മാരെ, ആത്മസമർപ്പിതമായ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ദേവന്മാരെ പൂജിക്കേണ്ടതായ കാര്യം വരുന്നില്ല. കാരണം നമ്മൾ ആത്മസ്വരൂപത്തിലേക്ക് എത്തിച്ചേർന്നു. അയാൾ ഈശ്വരാർപ്പിതമായി ചെയ്യുന്നതെന്തും സ്വന്തം കർത്തവ്യ നിർവഹണത്തിൽ എത്തിച്ചേർന്നു. നമ്മൾ നിയോഗിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള കുറ്റം നമ്മളിൽ വരുന്നില്ല. കാരണം നമ്മളെല്ലാം ചെയ്ത് പൂർത്തീകരിക്കുന്നത് ഈശ്വരാർപ്പിതമായിട്ടാണ്.
അതുകൊണ്ട് അതിൻ്റെ ഇടത്തട്ട് ആവശ്യമില്ല എന്നർത്ഥം. നമ്മൾ ആ തലത്തിൽ എത്തിച്ചേർന്നാൽ ആ തലത്തിൽ എത്താവുന്ന കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ജീവൻ മുക്തനെ കുറിച്ചാണ് ഭഗവാൻ ഇത് പറഞ്ഞത്. ഇത് പറഞ്ഞത് മുക്തി നേടിയ ആളിനെയാണ്. ഞാൻ പറയുന്ന അങ്ങേ അറ്റം തലത്തിൽ എത്തിച്ചേർന്ന ഈശ്വര സാന്നിധ്യവും ഈശ്വര സമർപ്പിതമായ ജീവിതം കൊണ്ട് രതി നേടിയ ആളിനെ സംബന്ധിച്ചിടത്തോളാണ് ഭഗവാൻ ഇത് പറഞ്ഞത്. മറ്റ് കർമ്മങ്ങളൊന്നും ചെയ്യേണ്ടതില്ല എന്ന് ഭഗവാൻ പറയുന്നത് അയാളിനെ ഉദ്ദേശിച്ചതാണ്. പക്ഷെ ആ തലത്തിലെത്താൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യേണ്ടതായ കർമ്മങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. നമ്മളിൽ നിയതമായ കർമ്മം ചെയ്തേ പറ്റുള്ളൂ. ബാഹ്യവസ്തുക്കളോടുള്ള ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചവർക്ക് ആനന്ദിക്കാനും ആത്മസംതൃപ്തി നേടാനും കഴിയുള്ളൂ. അപ്പോൾ ആത്മസംതൃപ്തി നേടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഭൗതിക തലത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ, ഭൗതിക തലത്തിൽ നമ്മളുടെ ഇച്ഛകൾ, ആസക്തി, അത് പൂർണ്ണമായും ഒഴിവാകണം. അത് ഒഴിവായ ആളിന് മാത്രമേ ഭഗവത് തലത്തിലേക്ക്, ഈശ്വരീയ തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ആത്മരതി ഉണ്ടാകണമെങ്കിൽ ഈ ഭൗതിക തലത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളും വിച്ഛേദിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആത്മജ്ഞാനത്തിന്റെ ചവിട്ടുപടി എന്ന നിലയിൽ ആദ്യമായിട്ട് എന്താ വേണ്ടത്? നമ്മൾ ഒരു ദിവസം പോയിട്ട് ഞാനിതാ ആത്മസത്യം നേടാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞ് എല്ലാം വലിച്ചെറിഞ്ഞ് പോവുകയല്ല വേണ്ടത്. പടിപടിയായി നമ്മുടെ ലൗകിക ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭൗതിക ആസക്തിയെ കുറച്ച് കൊണ്ടുവരിക. അങ്ങനെ ഭൗതികമായ ആസക്തിയെ കുറച്ച് കൊണ്ടുവരുമ്പോൾ ആത്മീയമായ ചിന്താഗതിയും ആത്മീയമായ തലത്തിൽ നമ്മൾ ആ ഒരു സോപാനം എന്ന രീതിയിൽ ചവിട്ടുപടിയായി അങ്ങനെ കയറിക്കൊണ്ട് പോകും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കരണീയമായ കാര്യങ്ങൾ, നമ്മൾ ഭൗതിക തലത്തിൽ ഉണ്ടാകുന്ന ഇന്ദ്രിയ സംവർദ്ധകങ്ങളായ എല്ലാ ഭൗതികമായ വസ്തുക്കളെയും നമ്മൾ ക്രമേണ ത്യജിക്കുക. ആത്മസാക്ഷാത്കാരത്തിന് അത് ഒരു ചവിട്ടുപടിയായി നമ്മൾ കാണുക. ഒന്നും വേണ്ട, നമ്മുടെ മനസ്സിൽ നമ്മൾ ഭൗതികമായ ചിന്തകൾ കുറച്ച് വരിക, ഭൗതികമായ ആസക്തി കുറച്ച് വരിക. അത് നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭൗതികമായ ആസക്തി കുറക്കുമ്പോൾ ദൈവീകമായ ചിന്ത കൂടിക്കൂടി വരും. ദൈവീകമായ ചിന്ത കൂടി വരുമ്പോൾ ഭൗതികമായ തലത്തിലുള്ള ചിന്ത കുറഞ്ഞു വരും. അത് നമ്മൾ ഓർക്കുക. നമ്മൾ ക്രമേണ ഭൗതിക തലത്തിൽ നമുക്കുണ്ടാകുന്ന ആസക്തി കുറക്കുക. അത് ദൈവീക തലത്തിൽ എത്തിച്ചേരാനുള്ള ചവിട്ടുപടിയാണ്, സോപാനമാണ് എന്ന് നമ്മൾ കാണുക. 19ാമത്തെ ശ്ലോകം നോക്കാം. തസ്മാദസക്ത സതതം. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞല്ലോ, ഇത് ഭൗതിക തലത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചരാഃ അസക്യോ ഹാജരോ കർമ്മ അസക്യോ ഹ്യാചരേത് കർമ്മ പരമാത്മോതി പുരുഷാഃ. എന്താ വേണ്ടത്? തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ. അതുകൊണ്ട് നീ കർമ്മം ചെയ്യണം, നിന്റെ കർമ്മം ചെയ്യണം. ആത്മീയ തലത്തിലേക്ക്, ആത്മീയതയുടെ ഉത്തുംഗതയിലേക്ക്, ആത്മീയത്തിന്റെ പാരമ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ നമ്മുടേതായ കർമ്മങ്ങൾ ചെയ്യണം. അത് ചെയ്താൽ മാത്രമേ, അത് പൂർത്തീകരിച്ചാൽ മാത്രമേ നമ്മൾ ആത്മീയ തലത്തിലേക്ക് എത്തുള്ളൂ. ആ കർമ്മം നീ ചെയ്തേ പറ്റൂ. അത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? തസ്മാത് അസക്ത കർമ്മ സതതം. ഒരു ദിവസം മാത്രമല്ല, 2 ദിവസം മാത്രമല്ല, നിരന്തരമായി സതതം എപ്പോഴും നീ അസക്തമായി കർമ്മം ചെയ്യുക. നിന്നിലുള്ള കർമ്മം, നിന്നിൽ നിയോഗിച്ച കർമ്മം ചെയ്യുക. അത് ആസക്തി കൂടാതെ ചെയ്യണം. അസക്യോ ഹ്യാചരേ കർമ്മ പരമാത്മോതി പുരുഷ. അങ്ങനെ അസക്തമായി കർമ്മം ആചരിക്കുന്ന പുരുഷൻ പരമാത്മാവിനോട് പരംപുരുഷനായി മാറും, പരംപുരുഷനിലേക്ക് എത്തിച്ചേരും. അവാപ്നോതി പുരുഷ, പരംപുരുഷനിലേക്ക് എത്തിച്ചേരും. എങ്ങനെയാണെങ്കിൽ നിന്നിൽ നിയോഗിക്കപ്പെട്ട കർമ്മങ്ങൾ ആസക്തി കൂടാതെ നിഷ്കാമനായി കർമ്മം ചെയ്യുക എന്നാണ് ഭഗവാന്റെ ആഹ്വാനം. തസ്മാത്, അതിനാൽ നേരത്തെ പറഞ്ഞ ശ്ലോകത്തിന്റെ തുടർച്ച. അസക്തേ, ഫലപേക്ഷ കൂടാതെ, സതതം എപ്പോഴും കാര്യം കർമ്മം ചെയ്യേണ്ടുന്ന കരണീയമായ കാര്യങ്ങൾ, കർമ്മത്തെ സമാചര. അങ്ങനെ നീ ആസക്തനായി, ആസക്തി കൂടാതെ നീ നിന്നിൽ കരണീയമായ കർമ്മങ്ങൾ ചെയ്യുക. ഇതിന്റെ പ്രാധാന്യം കൊണ്ടാണ് ഇപ്പോൾ കേൾക്കുന്ന നിങ്ങളെ സമയത്തോളം സംശയമുണ്ടാവും. ഇത് ഭഗവാൻ എത്ര നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, 2ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നില്ലേ?
ഭഗവാൻ ഇത് പറയുന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് നമ്മളിൽ ആ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, പക്ഷെ അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ്. എന്തിനു വേണ്ടി? നമ്മൾ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി. അതുകൊണ്ട് അസക്തമായി നമ്മളിൽ നിക്ഷിപ്തമായ കർമ്മങ്ങൾ ചെയ്യുക. എന്തെന്നാൽ അസക്ത ഫലേച്ഛ കൂടാതെ കർമ്മത്തെ ആചരതി ചെയ്യുന്ന പുരുഷൻ പരമമായ പദത്തെ പരംപുരുഷനെ ആപ്നോതി പ്രാപിക്കുന്നു. അതാണ് ആത്യന്തികമായ ലക്ഷ്യം. അതുകൊണ്ട് നമ്മൾ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മളതായ കർമ്മങ്ങൾ ചെയ്യുക. അതേ സമയത്ത് അതിൽ ഫലേച്ഛ ഉണ്ടാവരുത്. തസ്മാത് അസക്താഹ സതതം കാര്യം കർമ്മ സമാചരാഹ. എന്തെന്നാൽ ആചരൻ കർമ്മ സ പുരുഷ പരം ആപ്നോതി. പരം ആപ്നോതി എന്ന് പറഞ്ഞാൽ പരമമായ പദത്തിൽ എത്തിച്ചേരുന്നു, പരമായ പദത്തെ പ്രാപിക്കുന്നു. അതിനാൽ അർത്ഥമാണ് ഫലാപേക്ഷ കൂടാതെ എപ്പോഴും കരണീയമായ കർമ്മത്തെ ചെയ്യുക, കർമ്മം അനുഷ്ഠിക്കുക. എന്തെന്നാൽ ഫല ഇച്ഛ കൂടാതെ കർമ്മത്തെ ചെയ്യുന്ന പുരുഷൻ പരമമായ പദത്തെ, മോക്ഷത്തെ പ്രാപിക്കുന്നു. നോക്കൂ, നമ്മൾ ഗീത പഠിക്കുന്നവരല്ലേ, ശ്രദ്ധിക്കേണ്ടത് 8ാമത്തെ ശ്ലോകം തൊട്ട് 16ാമത്തെ ശ്ലോകം വരെ വല്ലവർ നോട്ട്സ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. 8ാമത്തെ ശ്ലോകം തൊട്ട് 16ാമത്തെ ശ്ലോകം വരെ അതീന്ദ്രിയാവസ്ഥയിൽ എത്താത്തവർ അവരുടെ കർത്തവ്യങ്ങൾ ചെയ്യണമെന്ന് ഭഗവാൻ പറയുകയാണ്. എങ്ങനെയൊക്കെയാണ് പറയേണ്ടത്? നമ്മൾ സാധാരണ ലൗകിക ജീവിതം നയിക്കുന്ന, നമ്മൾ ഇന്ദ്രിയ ഗോചരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഈ 8 തൊട്ട് 16 വരെയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴ് ഈ 2 ശ്ലോകങ്ങളിലായിട്ട് 17, 18 ശ്ലോകങ്ങളിൽ പറയുന്നത് അതീന്ദ്രിയന്മാർക്ക്, ഇന്ദ്രിയങ്ങളെ അതിജീവിച്ച ആളുകൾക്ക് നിശ്ചിത കർമ്മം അനുഷ്ഠിക്കേണ്ടതില്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇപ്പൊ പറയുന്നത് എന്താ? അയാൾ ചെയ്തില്ലെങ്കിലും അയാൾക്ക് കരണീയമായ, അയാളിൽ നിയുക്തമായ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല എന്നാണ് ഈ ഇന്ന് പറഞ്ഞ 17, 18 ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായ സംശയം ഉണ്ടാവില്ല. നേരത്തെ ഭഗവാൻ പറയുന്നു കർമ്മങ്ങൾ ചെയ്യണം, നിന്നിൽ നിയുക്തമായ കർമ്മങ്ങൾ ചെയ്യണം, ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ പറയുന്നു നീ പരമപദം പ്രാപിച്ചാൽ പിന്നെ നിനക്ക് കരണീയമായ ഒന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഏത് പാതയാണ് അർജുനൻ സ്വീകരിക്കേണ്ടത്? അപ്പൊ അർജുനന്റെ സംശയം ദൂരീകരിക്കുകയാണല്ലോ. അർജുനൻ ചോദിച്ചു, ഇതും പറയുന്നു അതും പറയുന്നു, അപ്പൊ ഞാൻ ഏത് പാതയാണ് സ്വീകരിക്കേണ്ടത് എന്ന സംശയത്തിനുള്ള മറുപടിയായിട്ടാണ് ഈ കർമ്മയോഗത്തിൽ ഭഗവാൻ ഇതൊക്കെ പറയുന്നത്. കർമ്മസന്യാസം സ്വീകരിക്കാതെ കർമ്മയോഗം സ്വീകരിക്കണമെന്നാണ് ഭഗവാന്റെ നിർദ്ദേശം. അത് മറ്റൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, തസ്മാത് കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ എന്ന് പറയുന്നുണ്ട്. നമ്മളെല്ലാം ത്യജിച്ചുകൊണ്ട് ഭഗവത് സമർപ്പിതമായ ജീവിതം നയിക്കുന്നത് അതിനേക്കാളും ഗുണകരമാണ്, ശ്രേയസ്കരമാണ് കർമ്മയോഗം. കർമ്മം ചെയ്തുകൊണ്ട് ഭഗവത് പദത്തിലേക്ക് എത്തുക എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഈ ഉത്തരം പറയുന്നത് ഇവിടെ അർജുനനുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ്. അർജുനൻ ആരാണ്? അർജുൻ കർമ്മം ചെയ്യാൻ വിധിക്കപ്പെട്ട യോദ്ധാവാണ്. അപ്പോൾ അർജുനൻ കർമ്മത്തിന്റെ അങ്ങേ തലത്തിലെത്തി ഭഗവത് സാന്നിധ്യം നോക്കി തപസ് ചെയ്ത് അങ്ങനെ പോയാൽ അർജുനന്റെ കർമ്മം നടക്കുന്നില്ല, അർജുനനിൽ വിഹിതമായ കർമ്മങ്ങൾ ചെയ്യുന്നില്ല. അർജുനനെ സമയത്തോളം അർജുനൻ വിധിവിഹിതമായി ചെയ്യേണ്ട കർമ്മം എന്താണ്? യുദ്ധം ചെയ്യലാണ്. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാം കർമ്മം. ഇതിൽ കർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഈശ്വരാർപ്പിതമായ കർമ്മമാണ്. യുദ്ധം ചെയ്യുന്നതും ഈശ്വരാർപ്പിതമാണ്, തപസ് ചെയ്യുന്നതും ഈശ്വരാർപ്പിതമാണ്. അപ്പൊ അർജുനൻ ചോദിക്കുന്ന ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ രണ്ടും ഭഗവാനെ പറയുന്നുണ്ടല്ലോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാൻ പറയുന്നു, നീ ചെയ്യേണ്ടത് നിന്റെ നിയോഗിക്കപ്പെട്ട ജോലി, ക്ഷത്രിയൻ എന്ന രീതിയിൽ, യോദ്ധാവ് എന്ന രീതിയിൽ, വില്ലാളി എന്ന രീതിയിൽ നീ ചെയ്യേണ്ടത് യുദ്ധമാണ് എന്ന് വ്യക്തമായി പിന്നീട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് തസ്മാത് കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ എന്ന് അർജുനനോട് പറയുന്നത്. ഇതെല്ലാവർക്കും ബാധകമല്ല. അർജുനനോട് ഉള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ഭഗവാൻ ഇത് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രകൃതിക്കനുസരിച്ച്, നിയോഗിക്കപ്പെട്ട കർമ്മത്തിനനുസരിച്ച് നമ്മൾ കർമ്മം ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അർജുനനെ സംബന്ധിച്ചിടത്തോളം കർമ്മയോഗത്തെക്കാൾ
നല്ലത് കർമ്മസന്യാസത്തെ എല്ലാം ത്യജിച്ച് സന്യസിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ് കർമ്മസന്യാസം. എല്ലാം ത്യജിച്ചുകൊണ്ട് സന്യസിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ട് ഭഗവത് സമർപ്പിതമായി നിന്നിൽ നിയോഗിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുക എന്നാണ് പറയുന്നത്. ഇത് രണ്ടിനും ചിത്തശുദ്ധി ആവശ്യമാണ്. അടുത്ത ശ്ലോകങ്ങളിലായിട്ട് അത് വ്യക്തമായി പറയാം. അതിനാൽ അർജുനോട് പറയാണ്, ഹേ അർജുന, കർമ്മസന്യാസത്തേക്കാൾ കർമ്മയോഗമാണ് വിശേഷമായിട്ടുള്ളത്. ഈ അധ്യായത്തിലെ 20-ാം ശ്ലോകം തൊട്ട് 26-ാമത്തെ ശ്ലോകം ഈ കർമ്മയോഗത്തിന്റെ വിശേഷതയാണ് പറയുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സുകളിലേക്കായി അത് നോക്കാം. ഇപ്പോൾ തൽക്കാലം ഈ ക്ലാസ് ഇവിടെ സമാപിക്കുന്നു. നന്ദി.